രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലയാളി പ്രവാസികൾ കേരളത്തിൽ നിന്ന് പോയവർ എന്ന നിലയിൽ അവർക്ക് അവരുടെ ഒരു സംസ്ഥാനം ജന്മനാട് എന്ന നിലയിൽ കേരളം കൊടുക്കുന്ന ഒരു പരിഗണനയെ സംബന്ധിച്ച് ഒരു പിന്തുണയെ സംബന്ധിച്ച് മുൻകാലങ്ങളെക്കാൾ വലിയൊരു ഫീല് പ്രവാസികൾക്കിടയിൽ വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വകുപ്പാണ് പ്രവാസികാര്യ വകുപ്പ്. ആ പ്രവാസികാര്യ വകുപ്പിൻ്റെ ഫീൽഡ് ഏജൻസിയാണ് നോർക്ക റൂട്ട്സ്. മറുഭാഗത്ത് ലോക കേരള സഭയുണ്ട്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കുറെ കൂടി ശക്തവും നന്നായും നടക്കുന്നതുകൊണ്ട് പ്രവാസികൾക്ക് നാടുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് അവരുടെ ഭരണാധികാരി എത്തുന്നു എന്നറിയുമ്പോഴൊക്കെ വലിയ താല്പര്യം കൂടിയതായിട്ടാണോ അനുഭവം? ഖത്തറിലെ ഒരു അനുഭവം എന്തായിരുന്നു അദ്ദേഹം എത്തുമ്പോൾ? ചില ബഹിഷ്കരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആളെത്തിക്കാതിരിക്കാനൊക്കെ ചില പരിപാടികളൊക്കെ നടന്നു എന്ന് കേട്ടിരുന്നു. ശരിയാണോ? എന്നിട്ടും അതൊക്കെ മറികടന്നാണ് ആളുകൾ എത്തിയത്. തീർച്ചയായും ശരത്ത് പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഖത്തറിൽ എത്തുമ്പോൾ ഇവിടുത്തെ എല്ലാ സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന വലിയ ഒരു അനുഭവമാണ് നമുക്ക് മുന്നിലുണ്ടായത്. ചിലയിടത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ UDF ബഹിഷ്കരണം ആഹ്വാനം ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ പൊതുജനങ്ങളാകെ പ്രവാസികളാകെ നമ്മുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഞങ്ങള് ഇത് സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ തന്നെ എല്ലാ ജില്ലാ തലത്തിലുള്ള അസോസിയേഷനുകളും നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ലോക കേരള സഭയുടെയും മലയാളം മിഷന്റെയും ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളുടെ വലിയ പിന്തുണ അതിനുണ്ടായി. അത് പ്രവർത്തിദിനം ആയിട്ട് പോലും 10,000-ൽ താഴെ ആളുകൾ അവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഈ ബഹിഷ്കരണങ്ങളൊന്നും തന്നെ ആഹ്വാനങ്ങളൊന്നും തന്നെ വില പോയില്ല എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരി, മാത്രമല്ല അത്രയും പ്രവാസികളെ പരിഗണിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി വേറെ ഇല്ല എന്ന് പറയാം. കഴിഞ്ഞ നമുക്കറിയാം 500 രൂപയിൽ നിന്ന് ഇന്ന് 3,500 രൂപയായി പ്രവാസി പെൻഷൻ, അടിസ്ഥാന പെൻഷൻ മാറിയിരിക്കുന്നു. അതുപോലെ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ. പ്രവാസികളുടെ ശബ്ദം നിയമനിർമ്മാണ സഭകളിലൊക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക കേരള സഭ എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. സുധീർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോക കേരള സഭയെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പൊ UDF പ്രതിനിധികളൊക്കെ വരുന്നവർ അന്നും ഇന്നും ഒക്കെ അത് ഏതാണ്ടൊരു മോശപ്പെട്ട കാര്യം പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാസി സമൂഹത്തിൽ LKSന്റെ ലോക കേരള സഭയുടെ ഒരു സ്പേസ് എന്താണ്? എന്തു ചെയ്യാൻ കഴിയുന്നു? വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള മട്ടിൽ ചില ചോദ്യങ്ങളും ധ്വനികളും ഒക്കെ ഉണ്ട്. സുധീറിന് എന്ത് പറയാൻ പറ്റും അതേക്കുറിച്ച്? ആ നാട്ടിൽ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവും കേൾക്കാൻ. ലോക കേരള സഭ അംഗം എന്നുള്ള നിലയ്ക്ക് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. 2 ലോക കേരള സഭകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ നടക്കുന്നത് 160ഓളം വരുന്ന രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ വരുന്നത്. അവിടെ MLA-മാരും MP-മാരും അടങ്ങുന്ന ആ സഭയിൽ പ്രവാസികൾ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടുന്നു. എങ്ങനെയായിരിക്കണം തുടർന്നുള്ള നിയമനിർമ്മാണങ്ങളും കേരളത്തിന്റെ സംസ്ഥാനം എന്നുള്ള രീതിയിലുള്ള മുന്നോട്ട് പോക്കും എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതിന്റെയൊക്കെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞ അടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള നോർക്ക കെയർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ലോക കേരള സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ ലോക കേരള സഭയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും തന്നെ പരിഗണിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയമായി അന്ധമായി അതിനെ എതിർക്കുക എന്നുള്ളൊരു നിലപാടാണ് UDF-ഉം ചില മാധ്യമങ്ങളും ഒക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ യാഥാർത്ഥ്യം പ്രവാസികൾക്കറിയാം. ഒറ്റ കാര്യം കൂടി ഒന്ന് ചുരുക്കി, അതായത് എനിക്ക് 1-2 പേരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സുധീർ. അതായത് ഈ LKSനെ കുറിച്ചുള്ള അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പ്രവാസികൾക്കിടയിൽ അവരുടെ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആളുകൾക്കിടയിലേക്ക് നന്നായി വരുന്നുണ്ടോ? അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിൽ ഇവിടുത്തെ ഞങ്ങൾ ഇവിടെ ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 11ഓളം ലോക കേരള സഭാംഗങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഗവൺമെന്റ് പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്യാമ്പയിനുകൾ
നമുക്ക് അടുത്ത ഇനി എപ്പോഴാണ് ഒരു ലോക കേരള സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഇത്തരം ചർച്ചകൾ രൂപപ്പെടുത്തിയാണ് നമ്മൾ ഈ സമ്മേളനത്തിന് ലോക കേരള സഭയ്ക്ക് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക്, ഇവിടുത്തെ പ്രവാസികൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ ബോധ്യപ്പെട്ടെന്ന് നടിക്കാത്ത കുറെ ആളുകളും ഉണ്ട് എന്നുള്ളത്. എന്തിലും വിമർശനം മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അതായത് ഇനി വരാൻ പോകുന്നത് കുവൈറ്റും അബുദാബിയാണ്. കുവൈറ്റിൽ നാളെയാണ് പരിപാടി, അബുദാബിയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുധീറിനോടൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ കഴിഞ്ഞൊരു 10 വർഷമായി വിലയിരുത്തിയാൽ മനസ്സിലാകും. ആളുകൾ എങ്ങനെയൊക്കെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും, അതിനെ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും, അദ്ദേഹം ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണി എത്തിച്ചേരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന, അതിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല എന്നൊരു അനുഭവം മലയാളിക്ക് മുമ്പിലുണ്ട്. അദ്ദേഹം എന്താണോ പ്രവാസികളുടെ മുമ്പാകെ അവതരിപ്പിക്കാനും പറയാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ആഗ്രഹിച്ചത്, അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തിയത്? ഏതെങ്കിലും തരത്തിൽ അതിനെതിരായ ഒരു അനുഭവം അദ്ദേഹത്തിന് സംഭവിച്ചതായി പറയാനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 2 തരത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒക്കെ പ്രചരിപ്പിക്കുന്ന അവാസ്തവമായ കാര്യങ്ങളുണ്ട്. ഈ സർക്കാർ അല്ലെങ്കിൽ നടപ്പാക്കുന്ന പ്രവാസികൾക്കും നാടിനും വേണ്ടി നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് തമസ്കരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് പ്രവാസി സമൂഹത്തിനോട് പറയുക, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ആ യാത്രയോടനുബന്ധിച്ച് ഇവിടുത്തെ ഭരണാധികാരികളെ കണ്ടുകൊണ്ട്, അതായത് മീഡിയ അത് കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നുള്ളത് നിങ്ങളെ യേശുന്നില്ല എന്നാണോ? മീഡിയ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടതായി തോന്നുന്നില്ല പലപ്പോഴും. ഞങ്ങൾക്ക് വലിയ പ്രതിഷേധം ഉണ്ട് ആ കാര്യത്തില്. തീർച്ചയായിട്ടും ഇങ്ങനെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി വളരെ കാലത്തിന് ശേഷം ഖത്തറിലെത്തി ഇത്തരം ഒരു വലിയ സമ്മേളനം അല്ലെങ്കിൽ ആ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ആ വാർത്തയാക്കാനോ അത് കൊടുക്കാനോ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നൊരു പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും അറിയിക്കുകയാണ് ഇവിടെ. നന്ദി ശ്രീ സുധീർ.